ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിന്നിവിടെ ഒരു മത്തങ്ങ കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങയുടെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. ഞാൻ മത്തങ്ങയുടെ ഇത്രയും ഭാഗമാണ് എടുത്തിട്ടുള്ളത് പായസം വയ്ക്കാനായിട്ട്. ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോകണ്ട, വെന്ത് കിട്ടുവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അതല്ല എങ്കിൽ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. പക്ഷേ അരഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പായസം വയ്ക്കാൻ ആവശ്യമായ ശർക്കരയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഈ ശർക്കരയിൽ കല്ലോ അഴുക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഉരുക്കിയൊന്നും അല്ല എടുക്കുന്നത്, അല്ലാതെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനൊരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 3 സ്പൂൺ അരിപ്പൊടിയാണ്. ഞാൻ പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറിയ തരിയുള്ള അരിപ്പൊടി തന്നെ ഉപയോഗിക്കണം. പായസം വയ്ക്കാനായി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ഈ നെയ്യിലോട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മത്തങ്ങ ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ അതിലോട്ട് നേരത്തെ തിരികെ വെച്ചിരുന്ന ആ ശർക്കര കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മത്തങ്ങയും ശർക്കരയും നെയ്യിൽ നന്നായിട്ട് വഴണ്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2/2 പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ചതച്ച് വെച്ചിരുന്ന ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. 2/2 പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കുറുകി തുടങ്ങുമ്പോൾ 1/2 പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ഈ മത്തങ്ങ പായസം ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് അഭിപ്രായം പറയുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ മത്തങ്ങ പായസത്തിന്.